നമ്മളെല്ലാവരും UPI ആപ്പുകൾ യൂസ് ചെയ്തിട്ട് പേയ്മെന്റ് ചെയ്യാറുള്ളതല്ലേ? എന്നാൽ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് നമുക്കിപ്പോൾ എന്തെങ്കിലും കിട്ടാറുണ്ടോ? എന്നാൽ അത് കിട്ടാനായിട്ട് ഞാൻ ഇന്നൊരു പുതിയ ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ച് നമുക്ക് പേയ്മെന്റ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ആൾക്കാരെ റെഫർ ചെയ്യുന്ന സമയത്തും നമുക്കിതിനകത്ത് നല്ലൊരു എമൗണ്ട് ക്യാഷ് ബാക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ജസ്റ്റ് നമ്മുടെ താഴത്തെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ഞെക്കി ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേരെ. അപ്പം ഞാൻ കാര്യത്തിലേക്ക് വരാം. നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ഒക്കെ ലഭ്യമായിട്ടുള്ള നവി എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ മെയിൻലി യൂസ് ചെയ്യുന്നത് നമുക്ക് UPI ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതായത് പേയ്മെൻ്റ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നമുക്ക് ലോൺ കാര്യങ്ങൾ എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം പുതുക്കാനും പുതിയതെടുക്കാനും ഒക്കെ ഇതിനകത്ത് സാധിക്കുന്നതാണ്. പിന്നെ വേറൊരു ഓപ്ഷനും കൂടെ ഉണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ച് നിങ്ങളുടെ ID വെച്ച് വേറൊരു ഫ്രണ്ടിനെ ഷെയർ ചെയ്തിട്ട് അവർ ജസ്റ്റ് അവരുടെ ബാങ്ക് അക്കൗണ്ട് കണക്ട് ചെയ്ത് ആർക്കെങ്കിലും 1 രൂപ ആണെങ്കിൽ പോലും അയച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് നിങ്ങൾക്ക് 20 രൂപ ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടുന്നതാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേയ്മെൻറ്റ് പ്രൂഫ് കാര്യങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരാം. ലൈവായിട്ട് തന്നെ നമ്മൾ കണക്ട് ചെയ്യുന്ന UPI കണക്ട് ചെയ്തേക്കുന്ന ആ ഒരു ബാങ്ക് അക്കൗണ്ടിലേക്ക് വിത്തിൻ സെക്കൻഡ്സിൽ നിങ്ങളുടെ ആ ഒരു റെഫർ ചെയ്ത എമൗണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ട് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഇൻസ്റ്റാൾ ആക്കി ഉപയോഗിക്കോ. അപ്പോൾ ഗൈസ്, നമുക്കിനി ആപ്ലിക്കേഷൻ ഒന്ന് പരിചയപ്പെടാം. അതിനുവേണ്ടി നമ്മൾ ജസ്റ്റ് നമ്മുടെ പ്ലേ സ്റ്റോറിൽ ഒന്ന് സെർച്ച് ബാർ എടുക്കുക. അതിനുശേഷം നവി എന്നൊന്ന് സെർച്ച് ചെയ്യാം. നവി എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് സെക്കൻഡായിട്ട് കാണാൻ സാധിക്കും ഈ ഒരു ആപ്ലിക്കേഷൻ UPI, ഇൻഷുറൻസ്, അതുപോലെ തന്നെ ലോൺസ് ഇതിനു വേണ്ടിയാണ് മെയിൻലി യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഓൾറെഡി ഇത് ഇൻസ്റ്റാൾ ആക്കിയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ നവീൻ്റെ ഇൻ്റർഫേസ് വരുന്നത്. സ്റ്റാർട്ടിങ് വരുമ്പോൾ നമുക്ക് നമ്പർ കൊടുത്ത് ലോഗിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു ഇൻ്റർഫേസാണ് കിട്ടുന്നത്. നമുക്ക് അതിനകത്ത് മുകളിൽ തന്നെ പേ വിത്ത് മൊബൈൽ നമ്പർ, അതുപോലെ തന്നെ പേ വിത്ത് UPI, പിന്നെ സെൽഫ് ട്രാൻസ്ഫർ, അതുപോലെ തന്നെ ചെക്ക് ബാലൻസ്. നമ്മൾ നോർമലി UPI ആപ്സ് യൂസ് ചെയ്യുന്ന സെയിം പ്രൊസീജിയർ തന്നെയാണ് ഇവിടെ കാണുന്നത്. ആ ഒരു ഇൻ്റർഫേസിൽ ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത്. നമുക്ക് താഴോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ബിൽ പേയ്മെൻറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ക്യാഷ് ലോണും എടുക്കാനുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ബൈക്ക് ആൻഡ് കാർ ഇൻഷുറൻസ്, മ്യൂച്വൽ ഫണ്ട്, ഹെൽത്ത് ഇൻഷുറൻസ്, ഡിജിറ്റൽ ഗോൾഡ്, ഹോം ലോണ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതിനകത്ത് കാണാൻ സാധിക്കും. പിന്നെ നമ്മുടെ നോർമലി ഉള്ള ആപ്സ് പോലെ തന്നെ ഇതിനകത്തും സിവിൽ സ്കോർ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ മണി മാനേജർ എന്ന് പറഞ്ഞൊരു പുതിയ ഫീച്ചർ ഇതിനകത്ത് ഇൻക്ലൂഡ് ആണ്. അതിനകത്ത് നമുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഇൻകം എങ്ങനെയൊക്കെ പോകും, എങ്ങനെയൊക്കെ ഡിവൈഡ് ആക്കണം എന്നുള്ളതൊക്കെ കറക്റ്റ് അതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് താഴോട്ട് ആക്കിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ആഡ്സ് കാര്യങ്ങൾ കാണാൻ സാധിക്കും. നമ്മളെ ഇൻസ്റ്റൻറ്റ് ലോൺസ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ക്രെഡിറ്റ് കാർഡ് എടുക്കാനുള്ള ഓപ്ഷൻസ്, ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ഇതിനകത്ത് ആപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ നമുക്കിതാണ് ഇതിൻ്റെ മെയിൻ ഇൻ്റർഫേസ് വരുന്നത്. നമുക്കിവിടെ മുകളിലായിട്ട് കോയിൻ കാണാൻ സാധിക്കും. ആ കോയിൻ എടുത്തിട്ടുണ്ടെങ്കിൽ നിലവിലിപ്പം ഈ ഒരു ഐഡിയിനകത്ത് 749 കോയിനാണുള്ളത്. അത് ഞാൻ റെഫർ ചെയ്തും അതുപോലെ തന്നെ പേയ്മെൻറ്റ് ചെയ്തിട്ടും കിട്ടിയതാണ്. 749 വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ 100 കോയിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 രൂപയായിട്ടാണ് കൺവേർട്ട് ആവുന്നത്. 749 പറയുമ്പോൾ 7 രൂപ 49 പൈസയാണ് ഈ അക്കൗണ്ടിൽ ഇപ്പം നിലവിലുള്ളത്. സ്റ്റാർട്ടിങ് തന്നെ ഞാൻ ഇതിൻ്റെ ഒരു വിഡ്രോ പ്രൂഫ് കാണിച്ചു തരാം. നമ്മളിപ്പം ഇതിനകത്ത് 7 രൂപയാണ് കാണിക്കുന്നത്, 7 രൂപ 49 പൈസ. നമ്മളിപ്പോൾ ഗെറ്റ് ക്യാഷ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഞെക്കുകയാണ്. അത് ഞെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോഡ് ആവുന്നു. കൺവേർട്ടഡ് സക്സസ്ഫുള്ളി. നമുക്ക് ഇത് വന്നു സക്സസ്ഫുള്ളി. ഇന്നത്തെ ദിവസം മൊത്തം 57 രൂപയാണ് ഞാൻ ഇതിനകത്ത് നിന്ന് എടുത്തത്. അപ്പോൾ ഞാൻ എൻ്റെ നോട്ടിഫിക്കേഷൻ ബാർ ഒന്ന് കാണിച്ചു തരാം. ഇതിനകത്ത് കറക്റ്റ് നമുക്ക് 7 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ഇതിനകത്തുനിന്ന് ഏൺ ചെയ്യുന്ന നമ്മൾ ക്യാഷ് ബാക്കുകളൊക്കെ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനിന്ന് കുറച്ച് മാത്രമേ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ അത്യാവശ്യം ട്രാൻസാക്ഷൻ ചെയ്യുന്ന ആൾക്കാരും അതുപോലെ തന്നെ അത്യാവശ്യം നിങ്ങൾ ആൾക്കാരെ റെഫർ ചെയ്യുകയാണെങ്കിൽ അവർ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നതിനൊക്കെ നിങ്ങൾക്ക് കമ്മീഷൻ കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും റെഫറാനാണ് 8000 കോയിനാണ് കിട്ടുന്നത്. 8000 കോയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറൗണ്ട് 80 രൂപയാണ് ഒരാളെ നമ്മൾ റെഫർ ചെയ്തിട്ട് അവർക്ക് ആപ്പ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്നത്. നമുക്ക് അവർ ഫസ്റ്റ് ഡേ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് 2000 കോയിൻ കിട്ടും. ഒരു 3 ദിവസം അവർ യൂസ് ചെയ്യുകയാണെങ്കിൽ അവർ വീണ്ടും ഒരു 2000 കിട്ടും. 5 ദിവസം യൂസ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും 4000 രൂപ കിട്ടും. ഇങ്ങനെയാണ് 8000 രൂപ. അതായത്
80 രൂപ നമുക്ക് അക്കൗണ്ടിലേക്ക് കിട്ടുന്നത്. സിമ്പിളായിട്ടുള്ള പ്രൊസീജിയറാണ്. നമുക്കിതിനകത്ത് നമ്മുടെ റെഫറൽസിനെ ട്രാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കോൺടാക്ട്സിനെ ഇൻവൈറ്റ് ചെയ്ത് നമുക്ക് റെഫർ ചെയ്ത് അതിലൂടെ നമുക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ മെയിനായിട്ടുള്ള ഇൻ്റർഫേസ് കാര്യങ്ങൾ വരുന്നത്. നമുക്ക് ബാങ്ക് കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് നമ്മൾ ഇതിലെ ഷോപ്പിലൊക്കെ പോയിട്ട് നമ്മൾ UPI ഒക്കെ യൂസ് ചെയ്യുന്നില്ലേ, സെയിം മെത്തേഡിൽ സ്കാൻ ആൻഡ് പേ ചെയ്യുകയാണെങ്കിൽ ഓരോ പേയ്മെൻറ്റ്സിലും അറ്റ്ലീസ്റ്റ് 1 രൂപയെങ്കിലും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് റീഫണ്ട് ആവുന്നതാണ്. പിന്നെ അതിനകത്ത് അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ലോണിൻ്റെ ഓപ്ഷനാണ്. ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ലോൺ എടുക്കാനുള്ള ഓപ്ഷൻ ഈ ഒരു ആപ്പ് തരുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, സിവിൽ സ്കോർ ഉണ്ടെങ്കിൽ മാത്രമേ ലോൺ കിട്ടുള്ളൂ. അതൊരു മെയിൻ കാര്യമാണ്. പിന്നെ നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാനും ചെക്ക് ചെയ്യാനും ഒക്കെ ഉള്ള ഓപ്ഷൻ അതിനകത്തുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ഹിസ്റ്ററി കാണിച്ചു തരാം. ഇന്ന് ഞാൻ പേയ്മെൻറ്റ് ചെയ്ത ഹിസ്റ്ററി. ഇന്ന് അറൗണ്ട് 402 രൂപ എൻ്റെ അക്കൗണ്ടിൽ ഇന്ന് ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട് ഈ ഒരു ആപ്പ് വഴി. അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ വിവരങ്ങൾ. ബാക്കിയൊക്കെ നിങ്ങൾ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് വഴി കയറുകയാണെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഫുള്ള് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ലൈക്ക് ചെയ്യുക, മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. യൂസ്ഫുൾ ആവുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേരെ. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഇറ്റ്സ് നിഖിൽ സൈനിങ് ഓഫ്. ബൈ.